നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ LDFന് RSSന്റെയും BJPയുടെയും നരേന്ദ്രമോദിയുടെയും പിന്തുണയുണ്ടെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇടുക്കി കട്ടപ്പനയിൽ UDF യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. മൊബൈൽ റേഞ്ച് ലഭിക്കാത്ത ദേവികുളം മണ്ഡലത്തിലെ 4 ബൂത്തുകളിൽ ഉദ്യോഗസ്ഥർക്ക് വാർത്താവിനിമയ ആവശ്യങ്ങൾക്കായി സാറ്റലൈറ്റ് ഫോണുകൾ ലഭ്യമാക്കാൻ നടപടി. തീരുമാനം ജില്ലാ ഭരണകൂടത്തിന്റേത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോയ UDF പ്രവർത്തകർ കാട്ടാനയ്ക്ക് മുമ്പിൽപ്പെട്ടു. മൂന്നാറിലാണ് സംഭവം. ജില്ലാ പഞ്ചായത്ത് അംഗം C. നെൽസൺ അടക്കമുള്ള UDF പ്രവർത്തകരാണ് കാട്ടാനയ്ക്ക് മുമ്പിൽപ്പെട്ടത്. അടിമാലി ആനവിരട്ടി വിയാറ്റ് പവർ ഹൌസിന് സമീപം പുഴക്കരയിൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടത് പ്രദേശവാസികളിൽ ഭീതി പടർത്തി. ഏതെങ്കിലും വന്യജീവിയുടെ കാൽപ്പാടുകളാണോ പുഴക്കരയിൽ കണ്ടതെന്നാണ് പ്രദേശവാസികളുടെ സംശയം. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ LDFന് RSSന്റെയും BJPയുടെയും നരേന്ദ്രമോദിയുടെയും പിന്തുണയുണ്ടെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇടുക്കി കട്ടപ്പനയിൽ UDF തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പനയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ രാഹുൽ ഗാന്ധി LDFനെയും BJPയും രൂക്ഷമായി വിമർശിച്ചു. കേരളത്തിൽ UDFനെ നേരിടുന്നത് LDFും BJPയും ചേർന്നാണ്. LDF BJPയെ പോലെ കോർപ്പറേറ്റ് പാർട്ടിയായി മാറിയെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. The hidden reality is that the LDF is being fully supported by the RSS, the BJP and the Prime Minister of India. So it's interesting that the left parties are being supported by the extreme right party in India. And the reality is that the left front is no longer a left party. It has become a corporate party just like the BJP. യോഗത്തിൽ വെച്ച് വന്ദേ മാതരം ആലപിച്ച കുട്ടിയെ രാഹുൽ ഗാന്ധി തന്റെ സമീപത്തേക്ക് വിളിച്ചു വരുത്തി. ഇത്രയും വലിയ ആൾക്കൂട്ടത്തിന് മുന്നിൽ ഭയമില്ലാതെ പാടിയ പെൺകുട്ടി കേരളത്തിലെ സ്ത്രീത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. Thinking to myself how beautifully she sang this song in front of such a huge crowd without any fear. She represents the women of Kerala. Fearless, courageous, and don't think what you heard didn't take hard work. ഇടുക്കി പീരുമേട് ഉടുമ്പൻചോല നിയോജക മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ കട്ടപ്പന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ദേവികുളം. ദേവികുളം നിയമസഭാ മണ്ഡലത്തിന്റെ കഴിഞ്ഞകാല നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം എന്തെന്ന് പരിശോധിക്കാം. മണ്ഡല രൂപീകരണത്തിന് ശേഷം LDFും UDFും മാറി മാറി കൈവശം വെച്ച മണ്ഡലമാണ് ദേവികുളം. എന്നാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി മണ്ഡലം ഇടത്തോട്ട് ചാഞ്ഞാണ് നിൽപ്പ്. മണ്ഡലത്തിലെ ഇതുവരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം എന്തെന്ന് നോക്കാം. 1957 രൂപീകൃതമായ മണ്ഡലമാണ് ദേവികുളം. 2021 കണക്ക് പ്രകാരം 1,69,000-ലധികം വോട്ടർമാർ ദേവികുളം മണ്ഡലത്തിലുണ്ട്. തോട്ടം, ആദിവാസി, കാർഷിക മേഖലകൾ ചേരുന്ന ദേവികുളം നിലവിൽ പട്ടികജാതി സംവരണ മണ്ഡലമാണ്. 1957 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം നിയമസഭാ മണ്ഡലം ഒരു ദ്വയാംഗ മണ്ഡലമായിരുന്നു. ഇടമലക്കുടിയടക്കം 12 പഞ്ചായത്തുകൾ ദേവികുളം നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ വരും. 1957 CPI പ്രതിനിധിയായി റോസമ്മ പുന്നൂസ് നിയമസഭയിലെത്തി. എന്നാൽ തെരഞ്ഞെടുപ്പ് കേസിനെ തുടർന്ന് ഇലക്ഷൻ ട്രിബ്യൂണൽ 1957 നവംബർ 14 ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. തുടർന്ന് 1958 മെയ് 16 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഉപതെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും വിജയിച്ച റോസമ്മ പുന്നൂസ് 1958 ജൂൺ 30 നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കേസും ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പുമായിരുന്നു ഇത്. കോൺഗ്രസിലെ N. ഗണപതിയും 1957 കാലയളവിൽ ദേവികുളത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി. മണ്ഡല രൂപീകരണത്തിന് ശേഷം LDFും UDFും മാറി മാറി കൈവശം വെച്ച മണ്ഡലമാണ് ദേവികുളം. 1987 CPMൽ നിന്നുള്ള സുന്ദരമാണിക്യം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി. 1991 നടന്ന തെരഞ്ഞെടുപ്പിൽ UDF വീണ്ടും ദേവികുളം തിരിച്ചുപിടിച്ചു. കോൺഗ്രസിൽ നിന്നുള്ള AK മണിയായിരുന്നു MLA. പിന്നീട് 96 2001 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ AK മണിയിലൂടെ ദേവികുളം UDF നിലനിർത്തി.
തുടർച്ചയായി 1.5 പതിറ്റാണ്ട് കാലം മണ്ഡലം UDF കൈവശം വെച്ചു. എന്നാൽ 2006-ൽ മണ്ഡലം ഇടത്തോട്ട് ചാഞ്ഞു. AK മണിക്കെതിരെ S. രാജേന്ദ്രനെ CPM പുതുമുഖ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുകയും മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്തു. 2006 മുതൽ 2026 വരെ മണ്ഡലം ഇടത്തോട്ട് ചാഞ്ഞു തന്നെ നിൽക്കുകയാണ്. 2011-ലും 2016-ലും S. രാജേന്ദ്രനിലൂടെയായിരുന്നു LDF മണ്ഡലം നിലനിർത്തിയതെങ്കിൽ 2021-ൽ LDF A. രാജയെ പുതുമുഖ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചായിരുന്നു വിജയ തുടർച്ച കണ്ടത്. മണ്ഡല രൂപീകരണ ശേഷം LDFും UDFുമായിരുന്നു മണ്ഡലം മാറി മാറി കൈവശം വെച്ചതെങ്കിൽ BJPയും NDAയും മണ്ഡലത്തിൽ വേരോട്ടം വർദ്ധിപ്പിച്ചിട്ടുള്ള സാഹചര്യം നിലവിലുണ്ട്. 2006-ലും 2011-ലും 2016-ലും LDFിനൊപ്പം നിന്ന S. രാജേന്ദ്രൻ ഇപ്പോൾ NDA പക്ഷത്തുമാണ്. LDF അഡ്വക്കേറ്റ് A. രാജയ്ക്ക് രണ്ടാമതൊരു അവസരം കൂടി നൽകിയപ്പോൾ F. രാജയെ കളത്തിലിറക്കിയാണ് UDF ഇത്തവണ പോരാട്ടത്തിന് കളമൊരുക്കിയിട്ടുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ. വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ വേറിട്ട മാതൃകയുമായി ഇടുക്കി. ജനാധിപത്യ പ്രക്രിയയിൽ മാതൃകാപരമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ വേറിട്ടൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടുന്നു. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് ദിനത്തിൽ തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ 229 പോളിംഗ് സ്റ്റേഷനുകളിലും ആദ്യ വോട്ട് രേഖപ്പെടുത്തുന്നത് മുതിർന്ന പൗരന്മാരായിരിക്കും. അനുഭവ സമ്പത്തിനോടുള്ള ആദരവും പൗരബോധവും ഉയർത്തിപ്പിടിക്കുന്ന ഈ നീക്കം ജനാധിപത്യ മൂല്യങ്ങളെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ സ്വീപ് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കുമ്പോൾ ഓരോ ബൂത്തിലും നിശ്ചയിക്കപ്പെട്ട മുതിർന്ന പൗരന്മാർ ആദ്യ വോട്ടറായി മാറും. നമ്മുടെ മുതിർന്നവർക്ക് വോട്ട് ചെയ്യാൻ ആദ്യം എത്താമെങ്കിൽ മറ്റുള്ളവർക്കും അത് സാധിക്കും എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ പൊതുസമൂഹത്തിന് നൽകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമായുള്ള ഹോം വോട്ടിംഗ് നടപടികൾ ജില്ലയിൽ നടന്നുവരികയാണ്. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 40%-ലധികം ഭിന്നശേഷിയുള്ളവർക്കുമാണ് വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്താൻ അവസരം. കരുണാപുരം, അണക്കര വില്ലേജുകളിൽ കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെടുപ്പിൽ 61 പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം 12D ഫോം വഴി അപേക്ഷിച്ചവർക്കാണ് ഈ സൗകര്യം ലഭ്യമാക്കുന്നത്. ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയും EROമാർ വഴിയുമാണ് ഫോമുകൾ വിതരണം ചെയ്യുന്നത്. സുതാര്യമായ രീതിയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക മൊബൈൽ പോളിംഗ് ടീമാണ് വോട്ടർമാരുടെ വീട്ടിലെത്തുക. വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റുകൾ ഉദ്യോഗസ്ഥർ നൽകുന്ന സീൽ ചെയ്ത ബോക്സുകളിലാണ് ശേഖരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സിവിൽ പോലീസ് ഓഫീസർ ആതിര മോൾ സുരേന്ദ്രൻ പോളിംഗ് ടീമിന് സുരക്ഷ നൽകി. മൊബൈൽ റേഞ്ച് ലഭിക്കാത്ത ദേവികുളം മണ്ഡലത്തിലെ 4 ബൂത്തുകളിൽ ഉദ്യോഗസ്ഥർക്ക് വാർത്താവിനിമയ ആവശ്യങ്ങൾക്കായി സാറ്റലൈറ്റ് ഫോണുകൾ ലഭ്യമാക്കാൻ നടപടി. ഇടമലക്കുടി പഞ്ചായത്തിലെ പരപ്പയാർ EDC സെന്റർ, മുളകുതറ കമ്മ്യൂണിറ്റി ഹാൾ, മൂന്നാർ പഞ്ചായത്തിലെ തെന്മല എസ്റ്റേറ്റ് ക്രഷ്, മാങ്കുളം പഞ്ചായത്തിലെ ആനക്കുളം സെന്റ് ജോസഫ് LP സ്കൂൾ എന്നീ ബൂത്തുകളിലാണ് മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭിക്കാത്തതിനാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാറ്റലൈറ്റ് ഫോണുകൾ ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മൊബൈൽ റേഞ്ച് ലഭിക്കാത്ത ദേവികുളം മണ്ഡലത്തിലെ 4 ബൂത്തുകളിൽ ഉദ്യോഗസ്ഥർക്ക് വാർത്താവിനിമയ ആവശ്യങ്ങൾക്കായി സാറ്റലൈറ്റ് ഫോണുകൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കും. ഇടമലക്കുടി പഞ്ചായത്തിലെ പരപ്പയാർ EDC സെന്റർ, മുളകുതറ കമ്മ്യൂണിറ്റി ഹാൾ, മൂന്നാർ പഞ്ചായത്തിലെ തെന്മല എസ്റ്റേറ്റ് ക്രഷ്, മാങ്കുളം പഞ്ചായത്തിലെ ആനക്കുളം സെന്റ് ജോസഫ് ALP സ്കൂൾ എന്നീ ബൂത്തുകളിലാണ് മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭിക്കാത്തതിനാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാറ്റലൈറ്റ് ഫോണുകൾ ലഭ്യമാക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. വിവരങ്ങൾ പുറം ലോകത്തെ അറിയിക്കുക, വരണാധികാരികളുമായി ബന്ധപ്പെടുക, അടിയന്തര ആവശ്യങ്ങൾ എന്നിവയ്ക്കാണ് ഉദ്യോഗസ്ഥർക്ക് സാറ്റലൈറ്റ് ഫോൺ സേവനം ലഭ്യമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ദേവികുളം മണ്ഡലത്തിൽ 215 ബൂത്തുകളാണുള്ളത്. ഇതിൽ വാഹന ഗതാഗതമില്ലാത്തത് ഇടമലക്കുടി പഞ്ചായത്തിലെ പരപ്പയാർ, മുളകുതറ എന്നീ 2 ബൂത്തുകളാണ്. മൂന്നാറിൽ നിന്ന് വാഹനത്തിൽ പെട്ടിമുടി വഴി സൊസൈറ്റിക്കൊടി വരെ എത്തി അവിടെ നിന്നും കാട്ടുവഴികളിലൂടെ 13 കിലോമീറ്റർ നടന്നു വേണം മുളകുതറയിലെ ബൂത്തിലെത്താൻ. മൂന്നാറിൽ നിന്ന് പെട്ടിമുടി വഴി സൊസൈറ്റിക്കൊടി റോഡിലുള്ള ഇഡ്ലിപ്പാറയ്ക്ക് മുൻപുള്ള കേപ്പക്കാട് നിന്ന് തിരിഞ്ഞ് അരമണിക്കൂർ കൂടി വാഹനത്തിൽ സഞ്ചരിച്ച ശേഷം അവിടെ നിന്നും 1.5 മണിക്കൂർ നടന്നു വേണം പരപ്പയാർ ബൂത്തിലെത്താൻ. ഇടമലക്കുടിയിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി സ്വയം തൽപരരായി മുന്നോട്ട് വന്ന ഉദ്യോഗസ്ഥരെയാണ് 3 ബൂത്തുകളിലും നിയമിച്ചിരിക്കുന്നത്. വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ വാഹന ഗതാഗതമില്ലാത്ത 2 ബൂത്തുകളിലും ചുമന്നെത്തിക്കാൻ തൊഴിലാളികളെയും നിയമിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. ഇടവേള.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോയ UDF പ്രവർത്തകർ കാട്ടാനയ്ക്ക് മുമ്പിൽപ്പെട്ടു. മൂന്നാറിലാണ് സംഭവം നടന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം C. നെൽസൺ അടക്കമുള്ള UDF പ്രവർത്തകർ മൂന്നാർ നടയാർ എസ്റ്റേറ്റിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി പോയി തിരികെ വരും വഴിയായിരുന്നു കാട്ടാനയ്ക്ക് മുമ്പിൽപ്പെട്ടത്. ബഹളമുണ്ടാക്കിയതോടെ കാട്ടാന റോഡിൽ നിന്നും പിൻവാങ്ങി. ഇന്നലെയായിരുന്നു സംഭവം നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോയ UDF പ്രവർത്തകരാണ് കാട്ടാനയ്ക്ക് മുമ്പിൽപ്പെട്ടത്. ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടുകൊമ്പനായിരുന്നു റോഡിൽ ഇറങ്ങിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം C. നെൽസൺ അടക്കമുള്ള UDF പ്രവർത്തകർ മൂന്നാർ നടയാർ എസ്റ്റേറ്റിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തകർക്കായി പോയി തിരികെ വരും വഴിയായിരുന്നു കാട്ടാനയ്ക്ക് മുമ്പിൽപ്പെട്ടത്. ബഹളമുണ്ടാക്കിയതോടെ കാട്ടാന റോഡിൽ നിന്നും പിൻവാങ്ങി. വേനൽ കനത്തതോടെ മൂന്നാർ മേഖലയിൽ കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. നഷ്ടപ്പെട്ട 3 മൊബൈൽ ഫോണുകൾ വീണ്ടെടുത്ത് ഇടുക്കി ജില്ലാ പോലീസ്. പ്രിങ്വാലി സ്വദേശിനി ഷാലിയ സുനിൽ, കഞ്ഞിക്കുഴി സ്വദേശിനി ശോഭന ശ്രീധരൻ, വണ്ടൻമേട് സ്വദേശി സുരേഷ് എന്നിവർ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ കാര്യക്ഷമമായ അന്വേഷണത്തിനൊടുവിലാണ് ഫോണുകൾ കണ്ടെത്താനായത്. ബസ് യാത്രയ്ക്കിടയിൽ ശ്രീമതി ഷാലിയയ്ക്ക് നഷ്ടപ്പെട്ട സിം കാർഡ് ഇടാത്ത മൊബൈൽ ഫോൺ ഉൾപ്പെടെ 3 ഫോണുകളും കുമളി പോലീസ് ഇൻസ്പെക്ടർ അഭിലാഷ് കുമാർ K, വണ്ടൻമേട് പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ് S, കഞ്ഞിക്കുഴി പോലീസ് ഇൻസ്പെക്ടർ ജയൻ TN എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കണ്ടെത്തിയത്. ഇൻസ്പെക്ടർ ജയൻ TL, സിവിൽ പോലീസ് ഓഫീസർമാരായ മാരിയപ്പൻ, M. ജയൻ എന്നിവർ ഫോണുകൾ സ്റ്റേഷനിൽ വെച്ച് ഉടമസ്ഥർക്ക് കൈമാറി. അടിമാലി ആനവരട്ടി വിയാറ്റ് പവർ ഹൗസിന് സമീപം പുഴക്കരയിൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടത് പ്രദേശവാസികളിൽ ഭീതി പടർത്തി. ഏതെങ്കിലും വന്യജീവിയുടെ കാൽപ്പാടുകളാണോ പുഴക്കരയിൽ കണ്ടതെന്നാണ് പ്രദേശവാസികളുടെ സംശയം. ആളുകൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് അടിമാലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസമായിരുന്നു അടിമാലി ആനവിരട്ടി വിയാറ്റ് പവർ ഹൗസിന് സമീപം പുഴക്കരയിൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. പുഴയിൽ കുളിക്കാനെത്തിയവരായിരുന്നു കാൽപ്പാടുകൾ ആദ്യം ശ്രദ്ധിച്ചത്. ഞങ്ങളിങ്ങനെ കടുത്ത വേനലായതുകൊണ്ട് ഈ വിയാറ്റ് പവർ ഹൗസിൻ്റെ ആനവരട്ടി വിയാറ്റ് പവർ ഹൗസിൻ്റെ സമീപത്തുള്ള പുഴയിൽ സ്ഥിരമായിട്ട് കുളിക്കാനൊക്കെ ആയിട്ട് വരാറുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളിങ്ങനെ വന്നപ്പോൾ യാദൃശ്ചികമായിട്ട് പുഴയുടെ സൈഡിൽ കാൽപ്പാടുകൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ അപ്പോൾ തന്നെ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കടുത്ത വേനലായതുകൊണ്ട് ഇവിടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കുളിക്കാനായിട്ട് പതിവായിട്ട് വരാറുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ തവണയൊക്കെ ആയാലും കഴിഞ്ഞ വർഷം കടുത്ത വേനലിൽ അമ്പിളിക്കുന്ന് പ്രദേശത്ത് പുലിയെ കണ്ടതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ള ജനങ്ങളുടെ ഭയാശങ്കകൾ മാറാനുള്ള ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. ഏതെങ്കിലും വന്യജീവിയുടെ കാൽപ്പാടുകളാണോ പുഴക്കരയിൽ കണ്ടതെന്നാണ് പ്രദേശവാസികളുടെ സംശയം. ആളുകൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് അടിമാലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ അംഗം K. ബുൾബീന്ദ്രനും സ്ഥലത്തെത്തിയിരുന്നു. ആനവരട്ടി വിയാറ്റ് പവർ ഹൗസിൻ്റെ അടുത്തൂടെ ഒഴുകുന്ന കല്ലാർ പുഴയുണ്ട്. ഈ പുഴയുടെ സമീപത്ത് ഈ കടുത്ത വേനൽ സമയത്ത് ഇവിടെയുള്ള പ്രദേശവാസികൾ ഇവിടെ കുളിക്കാനും അലക്കാനുമായിട്ട് വരാറുണ്ട്. ഇന്ന് കുറച്ച് പേര് ഇവിടെ കുളിക്കാൻ വന്നപ്പോൾ പതിവിൽ അവർ കുളിക്കുന്ന കുളിക്കടവിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നനഞ്ഞ മണൽ കിടപ്പുണ്ട്. അവിടെ കാൽപ്പാടുകൾ കണ്ടെത്തി. അതൊരു പ്രത്യേക ഏതോ ജീവിയുടെ ആണെന്ന് തോന്നിയതിനാലായിരിക്കാം അവരപ്പം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം അറിയിച്ചു. സ്ഥലത്ത് വന്ന് പരിശോധിച്ചു. ഇപ്പോൾ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായത് പട്ടിയുടെയോ പൂച്ചയുടെയോ ഒന്നും അല്ല, വേറെ ഏതോ ഒരു അജ്ഞാത ജീവിയുടെ കാൽപ്പാടായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്.
ഇതിന് അടുത്ത മേൽനടപടികൾ ഈ കാൽപ്പാട് പരിശോധിച്ചിട്ട് അടുത്ത മേൽനടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്നതാണ്. കാൽപ്പാടുകൾ തുടർ പരിശോധനയ്ക്ക് പെരിയാർ ടൈഗർ പ്രൊജക്ട് ഓഫീസിലേക്ക് അയച്ചു. ആളുകൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വനംവകുപ്പ് അറിയിച്ചു. സിറ്റി വിഷൻ, അടിമാലി. 11ാം വർഷവും മലയാറ്റൂർ കുരിശുമടിയിലേക്ക് മരക്കുരിശുമായി മല കയറി രാജക്കാട് നിന്നുള്ള യുവജനങ്ങൾ 800 കിലോയോളം ഭാരമുള്ള മരക്കുരിശുമായാണ് മല കയറിയത്. യേശുവിന്റെ പീഠാനുഭവ സ്മരണ പുതുക്കിക്കൊണ്ട് 11ാം വർഷവും മരക്കുരിശുമായി മലയാറ്റൂർ കുരിശുമലയിലേക്ക് മല കയറി രാജക്കാട് നിന്നുള്ള യുവജനങ്ങൾ. പെസഹ വ്യാഴാഴ്ച രാജക്കാട് ക്രിസ്തുരാജ ഫൊറോനപ്പള്ളി വികാരി ഫാദർ മാത്യു കരോട്ടുകൊച്ചിറയ്ക്കൽ പ്രാർത്ഥനകളോടെ സംഘം രാത്രിയോടെ രാജക്കാട് നിന്നും പുറപ്പെട്ടു. ദുഃഖവെള്ളിയാഴ്ച പുലർച്ചെ ഏകദേശം 800 കിലോയോളം ഭാരമുള്ള മരക്കുരിശുമായി മലയടിവാരത്തു നിന്നും വലിയ പാറക്കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ പ്രാർത്ഥനകളോടെ പൊന്നും കുരിശു മുത്തപ്പനെ വിളിച്ചുകൊണ്ട് മല കയറി. ഏകദേശം 2.5 മണിക്കൂർ സമയമെടുത്ത് 14 പീഠാനുഭവ സ്ഥലങ്ങളിലൂടെ ഇവർ മല കയറി മരക്കുരിശുമായി മുത്തപ്പന്റെ അരികിലെത്തി. അക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഈ 11 വർഷവും വലിയ ത്യാഗത്തോടെ മല കയറുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. നാടിനും ഇടവകയ്ക്കും വലിയ മാതൃകയായി മാറുകയാണ് ഈ യുവജനങ്ങൾ. ദുഃഖവെള്ളിയാഴ്ചയാണ് കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് മല കയറുന്നത്. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ, വെള്ളി 255 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ LDF-ന് RSS-ന്റെയും BJP-യുടെയും നരേന്ദ്രമോദിയുടെയും പിന്തുണയുണ്ടെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇടുക്കി കട്ടപ്പനയിൽ UDF യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. മൊബൈൽ റേഞ്ച് ലഭിക്കാത്ത ദേവികുളം മണ്ഡലത്തിലെ 4 ബൂത്തുകളിൽ ഉദ്യോഗസ്ഥർക്ക് വാർത്താവിനിമയ ആവശ്യങ്ങൾക്കായി സാറ്റലൈറ്റ് ഫോണുകൾ ലഭ്യമാക്കാൻ നടപടി. തീരുമാനം ജില്ലാ ഭരണകൂടത്തിന്റേത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോയ UDF പ്രവർത്തകർ കാട്ടാനയ്ക്ക് മുമ്പിൽപ്പെട്ടു. മൂന്നാറിലാണ് സംഭവം. ജില്ലാ പഞ്ചായത്ത് അംഗം C. നെൽസൺ അടക്കമുള്ള UDF പ്രവർത്തകരാണ് കാട്ടാനയ്ക്ക് മുമ്പിൽപ്പെട്ടത്. അടിമാലി ആനവിരട്ടി വിയാറ്റ് പവർ ഹൌസിന് സമീപം പുഴക്കരയിൽ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടത് പ്രദേശവാസികളിൽ ഭീതി പടർത്തി. ഏതെങ്കിലും വന്യജീവിയുടെ കാൽപ്പാടുകളാണോ പുഴക്കരയിൽ കണ്ടതെന്നാണ് പ്രദേശവാസികളുടെ സംശയം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.